ചാലിയാറിൽ ശരീരഭാഗം കണ്ടെത്തിയതായി ആദിവാസികൾ. മുണ്ടേരി ഇരുട്ടുകുത്തിയിലാണ് ശരീരഭാഗം കിട്ടിയതെന്ന് പ്രദേശവാസികൾ പറയുന്നു. സ്ഥലത്ത് ഇപ്പോഴും പരിശോധന തുടരുകയാണ്. മുബഷീർ, എവിടെ നിന്നാണ് ശരീരഭാഗം കണ്ടെടുത്തത്? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ജയപാർവതി, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നമ്മുടെ ഉണ്ണി തുവ്വൂര് പകർത്തുന്ന ദൃശ്യങ്ങളിൽ മുണ്ടേരി ഇരുട്ടുകുത്തി ഭാഗത്താണ് ഇപ്പോൾ ആദിവാസികൾ ശരീരഭാഗം കണ്ടെത്തിയതായി പറയുന്നത്. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ആ ഒരു മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന ഇപ്പോൾ നടത്തുന്നുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, പ്രദേശവാസികളായിട്ടുള്ള ആദിവാസികളുണ്ട്. അവരാണ് അത്തരമൊരു സംശയം പ്രകടിപ്പിക്കുന്നത്. നേരത്തെ ശക്തമായ കുത്തൊഴുകിയ ഒരു മേഖലയിലൂടെ ഉണ്ടായിരുന്ന സമയത്ത് പുഴയിൽ വലിയ ജലനിരപ്പുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇവർ ഇപ്പോൾ പരിശോധന നടത്തുന്ന ആ മേഖലയോട് ചേർന്ന ഭാഗത്തേക്കൊക്കെ തന്നെ വെള്ളം കയറിയിരുന്നു. ഒരു പക്ഷേ ആ വിധത്തിൽ പുഴയിലൂടെ ഒലിച്ചു വന്നതാകാം എന്നുള്ളതാണ് സംശയം. ശരീരഭാഗം എന്നുള്ളതാണ് പറയുന്നത്. ആ മേഖലയിൽ നേരത്തെ ദുർഗന്ധമൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആദിവാസികൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. നേരത്തെ തെരുവോ പട്ടികളൊക്കെ തന്നെ ആ ഒരു മേഖല കേന്ദ്രീകരിച്ച് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെന്നും അവർ പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ തോമ്പ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ആദിവാസികളും ആ കൃത്യമായ മേഖല അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് വീണ്ടും കാണാം ചാലിയാറിൻ്റെ ജലനിരപ്പ് താരതമ്യേന വളരെ അധികം കുറഞ്ഞിട്ടുണ്ട് ആ ഒരു മേഖലയിലൊക്കെ തന്നെ. നേരത്തെ അവർ ഇപ്പോൾ ആ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മേഖലയിലേക്ക് ഒരാൾ പൊക്കത്തിൽ തന്നെ വെള്ളമുണ്ടായിരുന്നു. ആ മരത്തടി കഷ്ണമൊക്കെ തന്നെ കിടക്കുന്ന മേഖലകളിലേക്കൊക്കെ തന്നെ വെള്ളം ഉയർന്നു വന്നുകൊണ്ട് ആ നിലയിലുള്ള ജലനിരപ്പുണ്ടായത് വലിയ തിരിച്ചടിയായിരുന്നു രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച്. അപ്പോൾ ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ശക്തമായ ഉരുൾപൊട്ടലിൽ മലവെള്ളപ്പാച്ചിലിൽ ആ ഘട്ടത്തിൽ ഒലിച്ചു വന്നതാകാം മണിയിൽ അകപ്പെട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മണ്ണുൾപ്പെടെയുള്ള മരത്തടി കഷ്ണങ്ങൾ അവിടെ അടിഞ്ഞുകൂടിയിട്ടുള്ള അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള ഒരു പ്രവർത്തനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിൽ ദൗത്യ സംഘങ്ങൾ ഇല്ലാത്ത ആളുകളാണ് ഇപ്പോൾ അവിടെ നിരത്തിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം 4 സെക്ടറുകളായി തിരിച്ചുള്ള മേഖലകളിലേക്ക് നിലവിൽ രക്ഷാദൗത്യ സംഘം 200 അംഗ സംഘം വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇത് പുഴയോട് ചേർന്ന ഭാഗമാണ്, ചാലിയാറിനോട് ചേർന്ന പ്രദേശമാണ്. ഇരുട്ടുകുത്തി ജനവാസ മേഖലയാണ്. തൊട്ടപ്പുറത്ത് നിരവധി വീടുകളൊക്കെ തന്നെയുണ്ട്. അവിടെയുള്ള പ്രദേശവാസികൾ അവിടെ നിന്നും ദുർഗന്ധം വരുന്നുണ്ട്. ഒരു സംശയമുണ്ടെന്നതിൻ്റെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അവിടെ വെള്ളം കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തോമ്പ ഉപയോഗിച്ചുകൊണ്ട് മണ്ണും മറ്റു ചെളിയും അവശിഷ്ടങ്ങളും മരത്തടി കഷ്ണങ്ങളൊക്കെ തന്നെ നീക്കം ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ കൂടുതൽ ഉപകരണങ്ങൾ വേണ്ടിവരുമെന്നുള്ളതാണ്. കാരണം ആ രീതിയിൽ മണ്ണ് അവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. മരത്തടി കഷ്ണങ്ങളും തൊട്ടപ്പുറത്തൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ജലനിരപ്പ് കുറഞ്ഞതാണ് വലിയ പ്രതികൂലമായ സാഹചര്യം രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിലുള്ളൊരു വിവരം വന്നിരിക്കുന്നതും ആ ഒരു മേഖല കേന്ദ്രീകരിച്ചുള്ളൊരു തിരച്ചിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും. തൊട്ടപ്പുറത്ത് ഉൾവനത്തിലൊക്കെ തന്നെ രക്ഷാദൗത്യ സംഘം NDRFും അതുപോലെ തന്നെ പോലീസും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ദൗത്യ സംഘം തിരച്ചിൽ നടത്തുന്നുണ്ട്. കുമ്പളപ്പാറയിലാണെങ്കിലും ഇരുട്ടുകുത്തിയിലാണെങ്കിലും വാണിയമ്പുഴയിലാണെങ്കിലും അപ്പൻകാപ്പിലാണെങ്കിലൊക്കെ തന്നെ ഉൾവനത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടുള്ള കിലോമീറ്ററുകൾ നടന്നുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.